ഹായ്, ഹലോ, നമസ്കാരം. അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഒലത്തിയതാണ്. കേൾക്കുമ്പോൾ തന്നെ വായി വെള്ളം വരുന്നുണ്ടല്ലേ? അതെങ്ങനെയാണെന്ന് അമ്മ കാണിച്ചു തരാമേ. അടി കട്ടിയുള്ള ഒരു പാത്രം, അതായത് ഉരുളി അമ്മ അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചു, എണ്ണ ചൂടായി. ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തിടുകയാണേ. തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് നല്ല രസമാണ്. നമ്മുടെ ബീഫ് ഒലത്തിയതിന് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ. ഇനി അത് ഒരുവിധം ഒരു ബ്രൗൺ കളർ എത്തുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിക്കാം. ഇനി വെളുത്തുള്ളി ഇഞ്ചിയും കൊത്തി അരിഞ്ഞു വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കുകയാണ്. ചതച്ചും ചേർത്ത് കൊടുക്കാമേ. സവാള അരിഞ്ഞത് ചേർക്കുക. നീളത്തിൽ അരിഞ്ഞതാണ്. ഒരു 5 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞാണ് അമ്മ ചേർത്തേക്കുന്നത്. പിന്നെ അതുകൂടാതെ ഒരു 7-8 ചെറുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി ഇച്ചിരി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴലാനുള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഈ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു കിട്ടും. ഇറച്ചിയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം ഇവിടെ ചേർത്ത് കൊടുക്കാൻ. അവസാനം ഉപ്പ് കൂടിപ്പോകരുത്. ഇനി പൊടിവകകൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മൾ കുക്കർ തുറന്ന് നോക്കി. അപ്പോൾ ഇവിടെ നമ്മൾ കുക്കറിൽ ബീഫ് വേവിച്ച് വെച്ചേക്കുവാണ്. 2 കിലോ ബീഫ്. അമ്മയാണെങ്കിൽ അതിൽ 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം കായം, ഗരം മസാല 1/2 ടീസ്പൂൺ പൊടിച്ചത് ചേർത്ത് വെള്ളം ഒന്നും ചേർക്കാതെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫാണ്. ഇനി ഇത് വേണം നമ്മൾ പൊടി നമ്മുടെ വഴന്ന് വരുന്ന സമയത്ത്, അതിന്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇവിടെ പൊടിയൊക്കെ ആണെങ്കിൽ മൂത്ത് നല്ല അതിന്റെ പച്ചമണമൊക്കെ മാറി വന്ന് ഈ സമയത്ത് നമുക്ക് ഇനി ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയും ഗരം മസാല കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ബീഫിന്. പിന്നെ ബീഫിന് നമ്മൾ കുക്കറിൽ വേവിച്ചപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ആവി വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇതിനെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് ചെറിയ തീയിൽ വെച്ച് വേവിച്ച് എടുക്കണം. ഇച്ചിരി കുരുമുളക് പൊടി ഇടുക അതിനകത്ത്. കാപ്പിലയും കൂടിയിട്ട് നമ്മുടെ ഒലത്തിറച്ചി റെഡിയായി. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ബീഫ് ഒലത്ത് റെഡിയായി. ഇതുപോലെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ബീഫ് കിട്ടുമ്പോൾ നല്ല രസമാണ്. ചോറിൻ്റെ കൂടെയും നമുക്ക് പലഹാരങ്ങളുടെ കൂടെയും ഇത് കഴിക്കാം. പിന്നെ അതുപോലെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കമൻറ്റ് ഞങ്ങളെ അറിയിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.